മലയാളത്തിൽ ഒരേയൊരു സിനിമ മാത്രം ചെയ്ത് മലയാള സിനിമാ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായ നടിമാർ. സുർബി ജാവേരി വ്യാസ്. സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ചെങ്കോലിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് സുർബി ജാവേരി വ്യാസ്. ഒരേയൊരു മലയാള ചിത്രം മാത്രം ചെയ്ത സുർബി പിന്നീട് തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും ഹിന്ദി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും സജീവമായി. ഗിരിജ ഷെട്ടാർ. മോഹൻലാൽ ചിത്രം വന്ദനത്തിലെ ഗാഥ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് ഗിരിജ ഷെട്ടാർ. മോഹൻലാലിന്റെ തന്നെ ധനുഷ്കോടി എന്ന മലയാള ചിത്രത്തിൽ നായികയായി ഗിരിജ അഭിനയിച്ചിരുന്നുവെങ്കിലും ഈ ചിത്രം റിലീസ് ചെയ്തിരുന്നില്ല. സുവലക്ഷ്മി. വിനയൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം അനുരാഗ കൊട്ടാരത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുവലക്ഷ്മി. തെലുങ്ക്, തമിഴ് ചലച്ചിത്ര രംഗത്ത് സജീവമായ സുവലക്ഷ്മി ഒരു മലയാള ചിത്രത്തിൽ മാത്രമേ വേഷമിട്ടിട്ടുള്ളൂ. ഭാവന പാനി. വെട്ടം എന്ന ദിലീപ് ചിത്രത്തിലെ നായികാവേഷം ചെയ്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ഭാവന പാനി. ഭാവന പിന്നീട് ബോളിവുഡിൽ സജീവ താരമായി തുടർന്നു. ദീപ നായർ. പ്രിയം എന്ന ചാക്കോച്ചൻ ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടിയാണ് ദീപ നായർ. ഈ ചിത്രത്തിന് ശേഷം താരം അഭിനയ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു. ഇൻഫോസിസിൽ ജോലി നേടിയ ദീപ കുടുംബസമേതം മെൽബണിൽ താമസിക്കുകയാണ്. ഡോക്ടർ കവിത ജോസ്. പകൽപൂരം എന്ന ചിത്രത്തിൽ ഗീതു മോഹൻദാസിനെ കൂടാതെ മറ്റൊരു നായിക താരം കൂടിയുണ്ടായിരുന്നു. അനാമിക എന്ന കഥാപാത്രമായി വേഷമിട്ട കവിത ജോസ്. ഈ ചിത്രത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്ന് വിട പറഞ്ഞ കവിത ഇപ്പോൾ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. പ്രീതി. കുഞ്ചാക്കോ ബോബൻ, വിനീത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ മഴവിൽ എന്ന ചിത്രത്തിലെ നായികയാണ് പ്രീതി. ഈ ചിത്രത്തിന് ശേഷം താരം മോളിവുഡിൽ നിന്നും അപ്രത്യക്ഷമായി. രതി അറുമുഖം. ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നായികയാണ് രതി. ഈ ചിത്രത്തിന് ശേഷം മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും തമിഴ്, തെലുങ്ക് ചിത്രത്തിൽ രതി അഭിനയിച്ചിരുന്നു. പിന്നീട് ടെലിവിഷൻ രംഗത്തേക്ക് താരം ചുവടുമാറ്റുകയും ചെയ്തു. ഗായത്രി രഘുറാം. പൃഥ്വിരാജിന്റെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിലെ നായികയാണ് ഗായത്രി രഘുറാം. ഈ താരം ഇപ്പോൾ മലയാളത്തിലും തമിഴിലും കൊറിയോഗ്രാഫറായി പ്രവർത്തിക്കുകയാണ്. ഗായത്രി ശാസ്ത്രി. തെക്കേക്കര സൂപ്പർഫാസ്റ്റ് എന്ന ചിത്രത്തിലെ നായികയാണ് ഗായത്രി. ഈയൊരു മലയാള ചിത്രത്തിൽ മാത്രമേ ഗായത്രി അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും തമിഴിൽ താരം സജീവമായിരുന്നു. വൈഭവി മർച്ചന്റ്. സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിലാണ് വൈഭവി അഭിനയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ താരം ബോളിവുഡിലെ ഡാൻസ് കൊറിയോഗ്രാഫറാണ്.